Good morning guys, ഞാൻ നിങ്ങൾക്ക് ഒരു വ്യൂ കാണിച്ചു തരാം. Can you see this? രാവിലെ എണീച്ചപ്പം തന്നെ സ്നോ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. വെയിറ്റ്, ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഇത് നോക്കി എന്തുവാ വ്യൂ. രാത്രി മുഴുവൻ ഇവിടെ സ്നോഫോൾ ആയിരുന്നു. ഇതാ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പം റിഹാനെ താഴെ ജസ്റ്റ് ഒന്ന്, റിഹാൻ്റെ ഇത് ഫസ്റ്റ് സ്നോഫോൾ ആയതുകൊണ്ട് താഴെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാം. നോക്കുക, റൈറ്റ് സൈഡിലെ മലകളൊന്നും കാണുന്നില്ല, ലെഫ്റ്റ് സൈഡിലും ഒന്നും നമുക്ക് കാണുന്നില്ല. അടിപൊളി. ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു സ്നോഫോൾ വ്യൂ ചെയ്യണമെന്ന്. ദൈവം അതും സാധിച്ചു തന്നെ. ഗൈസ്, ഞങ്ങളുടെ ഡേ 3 ഇൻ മനാലി ഇപ്പം തുടങ്ങുക വിത്ത് എ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് സ്നോഫോൾ. ആൻഡ് ഇന്ന് ഞങ്ങൾ എവിടെയൊക്കെ പോകും ഡീറ്റെയിൽ നിങ്ങൾക്ക് ഫർദർ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോവുക. താഴെ അവർ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വിളിച്ച്. ബ്രേക്ക്ഫാസ്റ്റിന് ആലു പരാഠയുണ്ട്, ഉണ്ട്, പിന്നെ അതുപോലെ സാൻഡ്വിച്ചും ഉണ്ട്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ തുടക്കം ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരണേ. ഇതെൻ്റെ റൂമിൻ്റെ വിൻഡോയുടെ വ്യൂ ആ. ഇത് നോക്ക്, ഫുൾ കവേർഡ് വിത്ത് സ്നോ ആയി ഇപ്പം. അടിപൊളി. One is super excited to see the snow. We are taking him down. Rihan enjoying his first snowfall. Baby, see? Rihan, see? Come. See, Rihan. Rihan's first snowfall. हमने कोरे snow लोके ഞങ്ങൾ കളിപ്പിച്ചു. Baby, say hi. Hi. ഞങ്ങളിപ്പം ഡേ 3ക്ക് പോകാനായി കറങ്ങാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഗൈസ്, നമ്മളൊരു സീനറി കാണത്തില്ലേ മൂവീസിലൊക്കെ, അതുപോലെ ഉണ്ട് ഇവിടുത്തെ വ്യൂ. കണ്ടോ, ഒത്തിരി ഈ എന്തുവാ പറയുന്നത്, വായിന് ചൂട് എയറൊക്കെ വരുക. ഞാൻ നിങ്ങൾക്ക് ബാക്ക് വ്യൂ കാണിച്ചു തരാം. മഞ്ഞിപ്പം വീഴുന്നില്ല, ഇപ്പം മൗണ്ടൻസ് ഒക്കെ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ നോക്ക്, മൗണ്ടൻസ് എല്ലാം സ്നോയി കവേർഡാണ്. ഇവിടെ എല്ലാം, ഇതെല്ലാം ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ മുകളിലെല്ലാം സ്നോ ആണ്. വണ്ടിയും എല്ലായിടത്തും സ്നോ. അവിടെ നോക്കുക, എല്ലാം സ്നോ ആയി കിടക്കുക. ഞങ്ങളുടെ 3ാമത്തെ ഡേ സ്റ്റാർട്ടായി, ട്രിപ്പ് സ്റ്റാർട്ടായി. ഇത് നോക്കൂ ഗൈസ്, വഴിയിലത്തെ വ്യൂ. ഫുൾ വഴിയിൽ സ്നോ ഒക്കെയാണ്. ഇന്നലത്തെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിനെക്കാട്ടിയും ടോട്ടലി ഓപ്പോസിറ്റായി ഇന്നത്തെ വീഡിയോ. എല്ലായിടത്തും സ്നോ. സോ ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ കുറേ സ്നോ ഒക്കെ കാണിച്ചു തരാം. അടിപൊളിയായിരിക്കും ഇന്നത്തെ. ഞാൻ ഒത്തിരി ഇത് നോക്കൂ ഗൈസ്, ഇത് നോക്കൂ, നമ്മളിങ്ങനെ സ്നോയുടെ ഇടയ്ക്കൂടെ പോവുക. ഗൈസ്, നിങ്ങൾ ഉറപ്പായിട്ടും മനാലിയുടെ പ്ലാൻ ഉണ്ടാക്കണം. ബട്ട് ബി പ്രിപ്പയർഡ്. ഒത്തിരി തണുപ്പായിരിക്കും. തെർമൽ എല്ലാം എടുത്തോണം. ഇന്നലെ രാത്രി ഞങ്ങൾ പെട്ടുപോയി. ലാസ്റ്റ് ഹീറ്റർ വാങ്ങിക്കേണ്ടി വന്ന റൂമിൽ. അപ്പോഴാണ് കുറച്ച് സെറ്റായേ. ബട്ട് അതർവൈസ് ദ ഹോൾ ട്രിപ്പ് ഈസ് ടു ഗുഡ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഇതെല്ലാം കല്ലായി കിടക്കുവാണ്. ഇന്ന് ആ കല്ലെല്ലാം വെളുത്തെ സ്നോ വെച്ച് കവേർഡാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ഹാരി പോട്ടറുടെ ഓർമ്മ വരണേ ഗൈസ്. അതിൻ്റെ അകത്ത് അവരെല്ലാം ഈ സ്നോയുടെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന സെയിം ആ എനിക്ക് സീനാ ഓർമ്മ വരുന്നത്. ഗൈസ്, എൻ്റെ പാക്കിങ് നിങ്ങൾക്ക് കാണാവോ? ചുമ്മാതല്ല ഇതിനെ ആൾക്കാർ ഇത്രയും ഇടിച്ചിട്ട് ഇവിടെ വരണേ. ഇത് ഉറപ്പായിട്ടും ഹെവൻ ഓൺ എർത്താ. കൈലാസത്തിൽ എത്തിയ പോലെ ഉണ്ട്. അവിടെ നോക്കി ദൂരെ കൈലാസം തന്നെ തോന്നുന്നേ. ഗൈസ്, ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് സോലങ് വാലി പോകണമെന്നാ. പക്ഷേ ഈ മഞ്ഞിൻ്റെ കാരണം അവർ നേളി വരെ ഈ വണ്ടി പോകാൻ പറ്റത്തില്ല. പാതി വഴി വരെ പോകും. അവിടെ തന്നെ നമുക്ക് 4x4 വണ്ടി എടുക്കേണ്ടി വരും. എന്തോ കാണിക്കാൻ ഞാൻ മനസ്സിലാവുന്നില്ല. അത്രയ്ക്കുണ്ട് കാണിക്കാനുണ്ട്. സോ ഗൈസ്, ഞങ്ങളിപ്പം സോലങ് വാലിയുടെ പാതി സ്ഥലം വരെ എത്തി. ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഈ 4x4 വണ്ടി എടുക്കേണ്ടി വന്ന്. നേരത്തെ ഓരോരുത്തർ 5000 ഒക്കെ പറഞ്ഞ്. പക്ഷേ വേറെ പിന്നെ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ വാങ്ങിന് 2000 വന്നപ്പോൾ അങ്ങനെ പറഞ്ഞ് ശരി 2000 കൊണ്ടുപോകാം. വണ്ടി കയറി കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുക കുറച്ച് എക്സ്പെൻസീവ് ആയോന്ന്. പക്ഷേ കുഴപ്പമില്ല, 2000 ഈസ് ഓക്കെ. ഇവിടെ വന്നിട്ട് മോളിൽ പോയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതില്ല, രസമില്ല. അത് കാരണം ഇപ്പം ഞങ്ങൾ മോളിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അല്ലാത്ത സമയത്ത് ഇവിടെ സ്നോ ആയതുകൊണ്ടാണ് ഇപ്പം വേറെ വണ്ടി മോളിൽ വിടാത്ത. ഇവിടെ 4x4 ഇതേ പോവും. ജിംനി ഒക്കെ അങ്ങനത്തെ ഉള്ള 4x4 വണ്ടിയെ പോവും മേളി. കാരണം എല്ലായിടത്തും സ്നോ ആയതുകൊണ്ട്. ഗൈസ്, ഇത് നോക്കൂ, ഞങ്ങൾ ഇതിന് പോവുക. കുറച്ച് വഴി ഇതാണ്, രണ്ടിടത്തും സ്നോ ഒക്കെ ഉണ്ട്. പക്ഷെ ഒത്തിരി സ്ലിപ്പറി ആയി. വെള്ളം സ്നോ മെൽട്ടായിട്ട് വരുമ്പോഴേ അത് കാരണം ഇവിടെ കുറേ അഡ്വെഞ്ചേഴ്സ് ഉണ്ട് ഗൈസ്. നമ്മളിവിടെ വരുമ്പോൾ ചെയ്യാനായിട്ട് കുറേ അഡ്വെഞ്ചേഴ്സ് ഉണ്ട്. കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്കിങ്ങനെ
കഴിക്കാൻ പറ്റുന്നത്. ആൾക്കാർ ഇവിടെ ഇങ്ങനെ വഴി നിന്നങ്ങ് സ്നോ വെച്ച് കളിക്കുക. പിന്നെ ഇവിടുത്തെ വഴികൾ പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് മോഷൻ സിക്നസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വരാത്തയാന്നല്ലേ, കാരണം ഒത്തിരി ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. കണ്ടോ, വഴിയിലെല്ലാം സ്നോ. ഗൈസ്, എന്തോത്തിനാണ് നമ്മൾ ഫോറിനിലൊക്കെ പോകുന്നത്. നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ സീൻസ് എല്ലാം ഉള്ള പ്ലേസസ് ഉണ്ട്. ഇത് തന്നെ എല്ലാം കവർ ചെയ്താൽ നമ്മളുടെ മനസ്സിതാവും. സോ ഗൈസ്, ഫൈനലി ഇതാണ് സോലാങ് വാലി. ഞങ്ങൾ ഇവിടെ എത്തി. 4x4 നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ, 4x4 ഒക്കെ എടുത്തിട്ടാണ് വന്നത്. ഇവിടെ ബേസിക്കലി എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ആ ബലൂണിൻ്റെ അകത്ത് നമുക്ക് കറങ്ങാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്നോ ബൈക്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ച് എയർ ബസ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, പാരാഗ്ലൈഡിങ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് കുട്ടാപ്പിയെ കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ സ്നോ ബൈക്കേ ഉള്ളൂ. സോ ഞങ്ങൾ ഇതെടുക്കാൻ പോവുക. പല റേറ്റ്സാണ് ഗൈസ്, നിങ്ങൾ ഒത്തിരി നെഗോഷിയേറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടി അവർ പറഞ്ഞ് എന്തോ 1000 രൂപ. പക്ഷേ ഞാൻ എന്നിട്ട് ലോങ് ഡിസ്റ്റൻസിന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് 2500. ഞാൻ ലോങ് ഡിസ്റ്റൻസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് 1500 തരാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ചുകൂടി വില പേശി നോക്കണം. 5 കിലോമീറ്റർ വരെ ഇവർ കൊണ്ടുപോകും. ഗൈസ്, ഇവിടെ അരുണേട്ടൻ സിപ്പ് ലൈൻ ചെയ്യാൻ പോവുക. അവർ അരുണേട്ടനെ റെഡി ആക്കുമോ സിപ്പ് ലൈന് വേണ്ടി? ഇല്ല, വേണ്ട. ഇതാ ഇവിടെനാ അവര് ആ സൈഡിലോട്ട് പോകുന്നേ. ഇതാ അരുണേട്ടൻ ഇനി പോവുക സിപ്പ് ലൈൻ ചെയ്യാൻ. ഓമാ, യെസ് ബേബി, 1 സെക്കൻഡ്. അരുണേട്ടന് സാധാരണ ഹൈറ്റിന് പേടിയാ, പക്ഷെ ഇതെങ്ങനെ റെഡിയായിന്ന് എനിക്ക് അറിയത്തില്ല. അരുണേട്ടൻ പോവാ. ഇതോ അവിടെ നിന്ന് തിരിച്ചു വരുവാ അരുണേട്ടൻ. വന്ന് ഫൈനലി. ഈ ബൈക്കിലാണ് ഞങ്ങളിപ്പോ ഇരിക്കാൻ പോകുന്നത്. ഈ പുള്ളിക്കാരൻ അറിഞ്ഞിട്ട് നാവിഗേറ്റ് ചെയ്യുന്നത് റൈറ്റിലോട്ട് എടുക്കണം, ലെഫ്റ്റിലോട്ട് എടുക്കണം. കുട്ടാപ്പി അടങ്ങിയിരിക്കുക ഫ്രണ്ടിൽ, എൻജോയ് ചെയ്ത് റൈഡ്. ഗൈസ്, വൺസ് ഇൻ ലൈഫ് നിങ്ങൾ ഈ എക്സ്പീരിയൻസ് ചെയ്യണം. ഒത്തിരി ഇമ്പോർട്ടൻ്റാണ്. പറഞ്ഞാൽ ഇതൊക്കെ മെമ്മറീസ് നമ്മളുടെ ലൈഫ് ടൈം ഉണ്ടാക്കുന്നത്. ഗൈസ്, ഫ്രണ്ടിൽ ഒരു ബ്രിഡ്ജ് കാണാമോ നിങ്ങൾക്ക്? നമ്മളിനി ആ ബ്രിഡ്ജിൽ കൂടെയാണ് പോകുന്നത്. ഗൈസ്, താഴെ റിവറാ, പക്ഷെ ഇച്ചിരി വെള്ളം വരും. ബാക്കിയെല്ലാം സ്നോ വെച്ച് അങ്ങ് കവറായി. അടിപൊളി വ്യൂ. സോ ഗൈസ്, എനിക്കും ട്രൈ ചെയ്യണമായിരുന്നു ഈ ബൈക്ക് ATV സ്നോ ബൈക്ക് ഓട്ടിക്കാൻ. സോ ഞാനും ട്രൈ ചെയ്തു. വളരെ പേടിച്ചിട്ടാണ് ട്രൈ ചെയ്തത്. ബട്ട് അരുണേട്ടൻ ബാക്കി ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. ആൻഡ് ഫൈനലി ഐ ട്രൈഡ് ഇറ്റ്. സോ ഗൈസ്, ഇവിടെ വന്ന് ഞങ്ങൾ 2 കോഫിയും പിന്നെ മോമോസും പിന്നെ ഒരു മാഗി ഓർഡർ ചെയ്ത്. ആൻഡ് അരുണേട്ടൻ ഈസ് എൻജോയിങ്. കുട്ടാപ്പിക്ക് പിന്നെ ഒരു ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഇവന് കൊടുക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ അത് കാരണം ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, സിപ്പ് ലൈനും കഴിഞ്ഞ് പിന്നെ ATV ബൈക്ക് റൈഡ് കഴിഞ്ഞ് റിഹാന്റെ കൂടെ കുറച്ച് ഐസൊക്കെ എറിഞ്ഞ് അവനെ കുറേ സന്തോഷിപ്പിച്ച് അവൻ്റെ കൂടെ കളിച്ച് അങ്ങനെ നല്ലതുപോലെ എൻജോയ് ചെയ്ത്. റിഹാന്റെ മുളി നമ്മൾ സ്നോ എറിയുമ്പോൾ അവന് ഒത്തിരി സന്തോഷമാവുമായിരുന്നു. സോ അങ്ങനെ അവന് തണുപ്പോ ഒന്നുമില്ല, നല്ല സുഖമായിട്ട്. ഞങ്ങളെങ്കിലും ഷൂസൊക്കെ ഒത്തിരി പ്രൊട്ടക്ഷനാണ്, പക്ഷെ അവനൊന്നുമില്ല, നല്ലതുപോലെ അവൻ എൻജോയ് ചെയ്ത്. എനിക്ക് ടെൻഷനായിരുന്നു തണുപ്പിൻ്റെ, ബട്ട് ഹി വാസ് വെരി ഫൈൻ. സോ ഗൈസ്, ഫൈനലി ഞങ്ങൾ സോലങ് വാലി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് വന്നിട്ടുണ്ട് റൂമിലോട്ട്. സോ ഞാൻ റേറ്റ്സ് ഒക്കെ നിങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മണാലി വന്നിട്ട് ഇവിടുത്തെ മോമോസ് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷ് അത്. ഞാൻ ചിക്കൻ മോമോസും ട്രൈ ചെയ്തു, വെജ് മോമോസും ട്രൈ ചെയ്തു. സോ ഈവൻ യു ഓൾസോ ഗൈസ് ട്രൈ ഇറ്റ്.
ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് നിങ്ങൾക്ക് ഡേ 3 ഐറ്റിനറി ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട് കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.